ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ അതും ബോർഡ് നെക്ക് ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസാണ് നോക്കുന്നത്. ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. ഇതാണ് സാരി. ഇതാണ് അതിൻ്റെ വിത്ത് ബ്ലൗസ്. $75 സെൻറ്റിമീറ്ററാണ് വിത്ത് ബ്ലൗസ് ഉള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നോക്കാം. ചെസ്റ്റ് വണ്ണം 31 ഇഞ്ചാണ്, വേസ്റ്റ് വണ്ണം 24, ആ വണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് ആ വണ്ണത്തിൽ എങ്ങനെയാണ് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ തുണി നമുക്ക് രണ്ടാക്കി മടക്കിയിടാം. പുറകുവശം ഓപ്പണാണ്. പുറകുവശം ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഈ തേരുവശം സൈഡ് പീസ് വരുന്നത് ഓപ്പൺ സൈഡ് വരുന്ന പോലെ നമുക്ക് കട്ട് ചെയ്യാം. വശം വണ്ണമായിട്ട് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കം പിടിക്കാം. നമുക്ക് അളവ് ബ്ലൗസ് ഉണ്ട്. അളവ് ബ്ലൗസിൽ നമുക്ക് അളവെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അളവായിട്ട് ഉള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഇറക്കം നോക്കാം. 13 ഇഞ്ചാണ് തയ്ച്ച് തീരുമ്പോൾ ഉള്ള ഇറക്കം. വേസ്റ്റ് വണ്ണം 24ആണ്. ഇപ്പം പകുതി വണ്ണം 12. ഇവിടെ നമുക്ക് 15 വണ്ണം. നമുക്ക് കട്ടിങ് എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ തയ്ക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. ഇറക്കം നമ്മളെടുത്തു, വണ്ണം എടുത്തു. ഇനി കഴുത്തിറക്കം. കഴുത്തിറക്കം ഇത് 3 ഇഞ്ചേ ഉള്ളൂ. ഇറക്കം നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 13 വേണ്ടത്. അതിന് നമ്മൾ 14 ഇട്ടു. 1 ഇഞ്ച് കൂടുതലിട്ടു. നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഇറക്കത്തിന് രേഖപ്പെടുത്തി. ഇനി നമുക്കിവിടെ പടിയുടെ ഒരു 1/2 ഇഞ്ച്, ഇവിടെ തേരുവശം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ ഇട്ടു. നമുക്കൊന്ന് വരയ്ക്കാം. ഇനി നമുക്ക് ഈ വരയിട്ടെടുത്തുനിന്നാണ് നമ്മൾ കഴുത്തകലം എടുക്കുന്നത്, കഴുത്തിറക്കം എടുക്കുന്നത്. നമ്മൾ 3.5 ഇഞ്ചാണ് കഴുത്തിറക്കമായിട്ട് കൊടുക്കുന്നത്. അപ്പം ഷോൾഡർ അകലം ഇവരുടെ 13ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കഴുത്തിറക്കം 3 ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ചാണ് കുറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് 12 ഇഞ്ച് വന്നു. 12ൻ്റെ പകുതി 6 ഇഞ്ച്. നമ്മളിവിടെ 3 കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓടിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ 4 ഇഞ്ചാണ് അകലം കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ 1/2 ഇഞ്ചും ഇവിടുത്തെ 1/2 ഇഞ്ചും കഴിച്ചിട്ട് നമുക്ക് കിട്ടുന്നത് 1.5 ഇഞ്ചാണ് ഷോൾഡർ വീതി. അപ്പോൾ നമ്മൾ ഇറക്കം എടുത്തു. ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി. ഷോൾഡർ നമുക്ക് 3 ഇഞ്ച് കഴുത്തിറക്കം ആയതുകൊണ്ട് നമ്മൾ ആ ഷോൾഡർ, ഒറിജിനൽ ഷോൾഡർ നമ്മൾ 1 ഇഞ്ചാണ് കുറച്ചത്. അപ്പോൾ നമുക്ക് 13-ന് 1 പോകുമ്പോൾ 6 കിട്ടി, 12 കിട്ടി. 12ൻ്റെ പകുതി 6 ഇഞ്ചാണ്, അത് അടയാളപ്പെടുത്തി. അതിനുശേഷം കഴുത്തിറക്കം 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അകലം നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്കൊന്ന് വരയ്ക്കാം. കോർണക്കാണ്, അതുകൊണ്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര ഉണ്ടെന്ന് നോക്കണം. നമുക്കിവിടെ 15 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട്. ഇത് ലൂസ് ചേർത്ത ആം ഹോൾ റൗണ്ട് ആയതുകൊണ്ട് ഇത് നമുക്ക് കറക്റ്റ് കിട്ടുന്ന പോലെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 7.5 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ 7.5 കിട്ടുന്ന പോലെയാണ് നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 5.5 വരച്ച് നോക്കാം.
5.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ചെസ്റ്റ് അളവ് രേഖപ്പെടുത്തണം. സാധാരണ നമ്മൾ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ ഞാൻ എൻ്റെ മെത്തേഡിൽ പറയുന്നത് 4 ഇഞ്ച് ലൂസ് കൂട്ടണമെന്നാണ്. പക്ഷേ അതിപ്പം എല്ലാ ശരീരപ്രകൃതികൾക്കും നമുക്ക് 4 ഇഞ്ച് ലൂസ് കൂട്ടണ്ട. ഇത് നമുക്കൊരു മെലിഞ്ഞ കൊച്ചാണ്. വേണ്ട, ചെസ്റ്റ് റൗണ്ടിൽ നമുക്ക് വണ്ണം അധികം ഇല്ലാത്ത ചെറിയ മോളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബ്ലൗസിൽ നമുക്ക് 3 ഇഞ്ചാണ് കൂട്ടേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ ബോർഡിനൊക്കെ ആയതുകൊണ്ട് ശരിക്കും ഇവിടെ 3 ഇഞ്ചാണ് കൂട്ടുന്നത്. അപ്പോൾ നമ്മൾ 31ൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് 34 കിട്ടി. 34ൻ്റെ 4-1 ഭാഗം എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. നമ്മൾ 8.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം 31ഉം വേസ്റ്റ് വണ്ണം 24ഉമാണ്. ഒരു വണ്ണം എന്ന് പറയുന്നത് 7 ഇഞ്ച്. നമ്മളിവിടെ 8.5 അടയാളപ്പെടുത്തി. ചെസ്റ്റ് വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ചാണ് ലൂസ് കൂട്ടിയത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഇവിടെ കൊണ്ട് ലൂസ് വരും. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്താണ് അടിക്കുന്നത്. ഇങ്ങനെ ഷേപ്പ് ചെയ്ത് അടിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ട് വല്ലാതെ ലൂസ് വരും. അപ്പോൾ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഷേപ്പ് ചെയ്ത് വേണം അടിക്കാൻ. നമുക്ക് ഈ കൈക്കുഴി നടന്നു നോക്കാം. നമുക്ക് 7.5 കിട്ടേണ്ടത്. അതുണ്ടോ നോക്കാം. കൈക്കുഴി നടന്നു നോക്കാം. നമ്മളിവിടെ ടേപ്പ് വെച്ച് അളന്നാൽ നമുക്കിവിടെ 7 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 7.5 കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 5.5 നമ്മൾ കൈക്കുഴി അളവായിട്ട് എടുത്തുള്ളത്. നമുക്ക് 5.25 ഇതിനായിട്ട് മാറ്റണം. നമ്മൾ 5.25 രേഖപ്പെടുത്തി. അതിന് ശേഷം വരച്ചാൽ കളന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് 7.5 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൈക്കുറ്റിയുടെ അളവായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ 5.25. നമ്മൾ ഷോൾഡർ കൊടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ്. കൈക്കുറ്റിയുടെ ഇറക്കമായിട്ട് കൊടുത്തിട്ടുള്ളത് 5.25. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രണ്ട് വശം ഇട്ടത് നമ്മൾ ബാക്ക് ഓപ്പൺ ആയിട്ടായതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്ത സ്ഥലമാണ്. അതായത് 2 പീസായിട്ടാണ് നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഓപ്പൺ ഇല്ലാതെയാണ്. അപ്പോൾ നമുക്ക് ഈ ഓപ്പൺ ഇല്ലാത്ത സ്ഥലം, അതായത് ഈ ഫോൾഡർ സൈഡ് നമുക്ക് കഴുത്തിൻ്റെ അവിടെ വരുന്നതല്ല നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ പുറകുവശം കട്ട് ചെയ്യുന്ന പോലെയാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പുറകുവശം നമുക്കിവിടെ ഇടാം. അപ്പോൾ പുറകുവശം ഇവിടെ, ഫ്രണ്ട് വശം നമുക്കിവിടെ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കൈ വെട്ടാം. ഇത് ഇച്ചിരി വണ്ണക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെട്ടിയെടുക്കാം. ഇതിപ്പോൾ നമുക്ക് 2 മടക്കിയിട്ടാണുള്ളത്. അപ്പം കൈക്ക് വേണ്ടി നമ്മൾ 4 മടക്കാം. കൈയുടെ ഇറക്കം നോക്കാം. നമുക്ക് 11.5 തയ്ച്ച് തീർന്നപ്പോൾ കിട്ടിയിട്ടുള്ളത്. വണ്ണം നോക്കാം. 6.25. അടുത്ത വണ്ണം 4.25. നമുക്ക് 11. ഇത് ലൈനിങ് വെച്ച് തയ്ക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ 1 ഇഞ്ചാണ് കൂടുതലിടുന്നത്. 11ൻ്റെ കൂടെ നമുക്ക് 1 ഇഞ്ച് കൂടുതലിടുമ്പോൾ 12 ഇഞ്ച് കിട്ടും. 12 ഇഞ്ച് കൊടുത്ത് നമ്മൾ ഇനി നമുക്ക് റിഗാൾ ഷേപ്പ് 3 ഇഞ്ചാണ് നമ്മൾ റിഗാൾ ഷേപ്പായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് വണ്ണം 6.25.
താഴെ വശത്തെ വണ്ണം 4.25 അത് നമുക്ക് അടയാളപ്പെടുത്താം. ഇവിടെ ഒന്ന് വരയ്ക്കാം. ഇത് നമ്മളിവിടെ കൈയുടെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഷേപ്പ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഇല്ല, കൈ വണ്ണം കുറഞ്ഞ ആളായതുകൊണ്ട് കൈക്ക് ലൂസ് വരും. നമ്മളിവിടെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രീ ഹാൻഡായിട്ട്, അതിപ്പം ഈ വരയുടെ നടുവ് കണ്ടിട്ട് നമുക്ക് 7 ഇഞ്ചാണ് 3.5 ഇഞ്ച് കൈ വരച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് വശം, ഇത് പുറകു വശം. നമുക്ക് തയ്യൽത്തുമ്പും കൂടെ വരയ്ക്കാം. നമുക്ക് ഈ റൗണ്ടിൽ നമ്മുടെ 7.5 കിട്ടുന്നുണ്ടോ നോക്കണം. നമുക്കിവിടെ കൃത്യമായിട്ട് 7.5 നമ്മുടെ ആം ഹോൾ റൗണ്ടായിട്ട് നമുക്ക് 7.5 തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെപ്പോഴും കൈ തികയാതെ വരുന്ന പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും കൈ ആം ഹോൾ റൗണ്ട് ഉണ്ടോ എന്ന്, നമുക്ക് വേണ്ട ആം ഹോൾ റൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ കൈ കട്ട് ചെയ്യാൻ. നമ്മൾ കൈയും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വശം ഇവിടെ കിട്ടുകയല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റിയിടാം. നമുക്ക് തയ്യൽത്തുമ്പ് പുറത്തേക്ക് വരണം. അതിന് ശേഷം നമ്മൾ കറക്റ്റ് ചെയ്തിട്ടാൽ നമുക്ക് ഷോൾഡർ വരയ്ക്കാം, കൈക്കുഴി വരയ്ക്കാം. കഴുത്തും ബോട്ടനൊക്കെ ആയതുകൊണ്ട് നമുക്ക് സെയിം അകലം തന്നെ ഇറക്കും. നമ്മൾ ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൊച്ചിൻ്റെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നോക്കണം, വണ്ണം നോക്കണം. ഇതാണ് ഫ്രണ്ട് വശത്തിൻ്റെ വണ്ണം, പുറകു വശത്തിൻ്റെ വണ്ണം. അത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെടുത്ത് മാറ്റാം. പിന്നെ നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം നോക്കണം. ഈ കൊച്ചിൻ്റെ അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 9.5 അടയാളപ്പെടുത്തണം. 9.5 ഇവിടുത്തെ 1/2 ഇഞ്ച് ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് 9.5 അടയാളപ്പെടുത്തി നമുക്കൊന്ന് വരയ്ക്കാം. പിന്നെ ഇവിടെ 1 ഇഞ്ചാണ് നമ്മൾ ഷേപ്പിനായിട്ട് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ 1 ഇഞ്ചാണ് ഷേപ്പിനായിട്ട് കൊടുക്കുന്നത്. നമുക്കിനി അകലം വരുന്നത് BP പോയിന്റ് വരുന്നത് നമുക്ക് നോക്കാം. ബ്ലൗസിൽ നിന്നും BP പോയിന്റ് വരുന്നത് ഇത് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് 3.25 തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമുക്ക് 3.25 കൊടുക്കണം. ഇനി BP പോയിന്റിൻ്റെ ഇറക്കം വരുന്നത് 7 ഇഞ്ചാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തി. BP പോയിന്റ് 7 ഇഞ്ച്, BP പോയിന്റ് അകലം വരുന്നത് 3.25. ഇങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ 1 ഇഞ്ചാണ് ടക്കിൻ്റെ വീതിക്കായിട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ കൈക്കുഴി ഒന്ന് കറക്റ്റ് ചെയ്യണം. പുറകിലത്തെ അതുപോലെ അല്ലല്ലോ, കുഴിച്ചു വെട്ടുന്നുണ്ടല്ലോ. വരച്ചു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ട്.
1 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്കിത് നേരെ വരച്ചു. അതിന് ശേഷം ഇത് നമ്മളിങ്ങനെ ചരിച്ചു. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിലേക്ക് കൂട്ടിമുട്ടിക്കണം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അകലം നമുക്ക് 3 ഇഞ്ചാണ്. അപ്പം 1/2 ഇഞ്ച് തരിത്തുമ്പൂടെ കൂട്ടി നമ്മൾ ടക്കിനായിട്ട് അടയാളപ്പെടുത്തി. അതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് ടക്കിൻ്റെ അകലം, അത് നമ്മളിവിടെ 1 ഇഞ്ച് ഇറക്കം കൊടുത്തു. 1 ഇഞ്ച് നീളം അവിടെ നമ്മൾ ചരിച്ച് വരച്ചു. ഇവിടെ നമ്മൾ ഈ ഷേപ്പിൻ്റെ നേരെ നമ്മൾ ടക്കിനായിട്ട് വരച്ചു. അവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതി കൊടുത്തിട്ട് ടക്കിന് നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ കൂട്ടിയേൽപ്പിക്കുക. കൂട്ടിയേൽപ്പിച്ചു. ഇനി നമുക്ക് ഈ ടക്കിന് അകലം നോക്കുക. നമുക്കിവിടെ അണ്ടർ വെസ്റ്റിൻ്റെ അവിടെ 2.5 കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2.25 അടയാളപ്പെടുത്തി. ഇവിടെ നമുക്ക് 2.25 അടയാളപ്പെടുത്തി. ഇവിടെ നമ്മൾ ഷേപ്പിനായിട്ട് അണ്ടർ വെസ്റ്റിൻ്റെ അവിടുന്ന് നമ്മൾ 1 ഇഞ്ചാണ് മുകളിലേക്ക് കൊടുത്തത്. അപ്പോൾ അത് നമ്മൾ ഈ 2.25 ചരിച്ച് വരച്ചു. ഇവിടെ നമ്മൾ അണ്ടർ വെസ്റ്റിൻ്റെ ഇറക്കം ഇവിടെയാണുള്ളത്. അവിടെ നമുക്കിവിടെ 3 ഇഞ്ച് തയ്ച്ച് തീരുമ്പോൾ കിട്ടേണ്ടതുകൊണ്ട് ഇവിടുത്തെ 1/2 ഇഞ്ച് ഇവിടുത്തെ 1/2 ഇഞ്ചുമായിട്ട് നമുക്കിവിടെ 4 കിട്ടണം. ഇതാ നമുക്ക് അണ്ടർ വെസ്റ്റിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ചാണ് ഷേപ്പ് കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് കൊടുത്ത് അതിങ്ങനെ യോജിപ്പിച്ചെടുത്തു. ഇതാദ്യം ഞാൻ എടുത്തപ്പോൾ വീഡിയോ കിട്ടിയില്ല, അതുകൊണ്ടാണ് രണ്ടാമത് റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് പടി ഇതായിട്ടാണ് വരുന്നത്. നല്ല വീതി കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ അല്ല. ഈ ബ്ലൗസേൽ അളവ് ബ്ലൗസേലും ഇങ്ങനെ തന്നെയാണുള്ളത്. ഇങ്ങനെയാണുള്ളത്. അപ്പം ഇത് നമ്മളിങ്ങനെ തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രിൻസസ് കട്ടിനുള്ളത് വരച്ചു. ഇവിടെ നമ്മളൊരു ടക്ക് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിനെയും നടുക്ക് കഞ്ചരയാണുള്ളത്. അപ്പോൾ 2.25 1 പോയിൻ്റ് അങ്ങനെയാണ് നമ്മൾ ടക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ടക്കിൻ്റെ നീളം കൊടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. ടക്കിൻ്റെ വീതി കൊടുത്തിട്ടുള്ളത് 1/4 ഇഞ്ച്. അങ്ങനെ വരച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് വശം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ണം 10.5 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് ഇവിടെ നമുക്ക് 8 ഇഞ്ച് അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് നമ്മളത് വരച്ചു. പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കഴുത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. അപ്പം ബാൻഡ് പീസ് ഇങ്ങനെയാണ് വരുന്നത്. മെയിൻ പീസുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്യില്ല, ഇതേപോലെ വെട്ടിയെടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് മെയിൻ പീസുകൾ ഇത് കട്ട് ചെയ്തെടുക്കാം. ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഷേപ്പും കൂടെ കട്ട് ചെയ്യണം. ആണ് വന്നിട്ടുള്ളത്. ഇനി നമുക്കിവിടെ വെച്ചിട്ട് വെക്കാം. ആ പോയിന്റിൻ്റെ ഇവിടെ ഇതിന് ചെയ്യാം. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഇതുപോലത്തെ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് എടുക്കണം. പിന്നെ നമുക്ക് പുറയിലേക്കുള്ള പടി വേണം. നമുക്ക് ഓപ്പൺ അല്ലാത്ത തന്നെ കിട്ടണം കട്ടിങ്ങിന്. ഇത് നമുക്ക് ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കട്ടിങ്ങിൻ്റെ, അതായത് ബാൻഡ് പീസിൻ്റെ
വീതി നോക്കിയിട്ടില്ല. നമ്മൾ 100% ഇറക്കം താഴേക്ക് എടുത്തിട്ട് അത് നമ്മൾ പുറകു പീസിൻ്റെ ഇറക്കത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുവാണ്. ഞാനിത് ഇങ്ങനെയാണ് അടിച്ച് മാച്ചാക്കുന്നതെന്ന് കാണിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ഒരു ലൈനിങ്ങിൻ്റെ പീസും കൂടെ എടുക്കണം. നമുക്കിനി ക്രോസ് പീസ് വേണം, പടി വേണം. ഒക്കെ എല്ലാം വെട്ടിയിട്ട് തയ്ക്കുന്നതായിട്ട് കാണിക്കാം. പ്രിൻസസ് കട്ട് ബ്ലൗസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ കൈ തയ്ച്ച് വെച്ചിട്ടുണ്ട്. കൈ നമ്മൾ ലൈനിങ് കൊടുത്ത് ലൈനിങ് വെച്ച് തയ്ച്ച് മുറച്ചടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ക്രോസ് പീസ്, കഴുത്തിന് കൊടുക്കേണ്ട ക്രോസ് പീസ് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറകു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പടി കൊടുക്കണം. പുറകിൽ നമ്മൾ ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ പുറകിൽ പടി കൊടുക്കണം. ഫ്രണ്ടിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് തയ്ക്കുന്ന നിങ്ങളെ കാണിക്കാം. ഇത് ഓപ്പൺ അല്ല, ഫ്രണ്ട് ഓപ്പൺ അല്ല. അതായത് നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ കൊടുക്കുന്നില്ല. ഓപ്പൺ കൊടുക്കാതെ തയ്ക്കുന്ന ബ്ലൗസാണ്. അതുപോലെ നമ്മൾ കട്ടിങ്ങിനും ഓപ്പൺ കൊടുക്കുന്നില്ല. ഇതാ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നാണ് നിങ്ങളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ പുറകു വശത്തെ പടി നമുക്ക് ആദ്യം കൊടുക്കാം. ബോട്ടിനെക്കാണ്. അപ്പോൾ നമുക്ക് പടി തയ്ക്കാം. പടി നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ അടിവശത്ത് പടിയായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇറക്കം നോക്കിയിട്ട് നമ്മൾ ഇതിന് പടി കൊടുക്കാൻ പോകണം. നമുക്ക് തയ്ച്ച് തീരുമ്പോൾ 13 ഇഞ്ചാണ് ഇറക്കം കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അതായത് മുകൾ വശത്ത് നമുക്ക് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ 13.5 അടയാളപ്പെടുത്തി അവിടെയാണ് നമ്മൾ പടി വെച്ച് കൊടുക്കുന്നത്. നമ്മൾ അളക്കാതെ അടിച്ചു കഴിഞ്ഞാൽ ഇറക്കത്തിൽ വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് പിന്നീട് ലാസ്റ്റ് നമുക്ക് മുന്നും പുറകും യോജിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും കൃത്യമായി അളന്നിട്ട് തന്നെ നമ്മളത് ചെയ്തെടുക്കണം. നമ്മൾ പടിക്കുള്ളത് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിച്ചടിക്കണം. പതിച്ചടിച്ചു. ഇനി നമുക്ക് ഉള്ളിലേക്ക് മറിച്ചടിക്കാം. അപ്പം ഈ പടിയുടെ അവിടെ നമ്മൾ ഇതിങ്ങനെ മടക്കി വെക്കുന്നു. അതിനുശേഷം ഇത് നമുക്ക് ഇങ്ങോട്ട് മറിക്കാം. കോട്ടനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ മടക്കി നമുക്ക് ജസ്റ്റ് ഒന്ന് വലിയ കാണിയിട്ട് തയ്ച്ചു. പിന്നെ കൈത്തയിലെടുക്കാം. അപ്പോൾ അടുത്ത പീസ് അടിക്കാം. അപ്പോൾ നമ്മൾ പടി തയ്ച്ചു കൊടുത്തു. നമ്മൾ 2 കൊളുത്തും കുഴയും വെക്കേണ്ട പടി തയ്ച്ചു. നമ്മൾ അടിവശത്ത് മടക്കി തയ്ച്ചു. ഇനി നമ്മളിതിൻ്റെ ഇറക്കം കറക്റ്റാണോ, 2ൻ്റെ ഇറക്കം കറക്റ്റാണോ നോക്കുക. ഇനി നമുക്കൊന്ന് അളന്നും കൂടെ നോക്കാം. അപ്പോൾ നമുക്കിവിടെ 13.5 കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പുറകുവശം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് വശം എടുത്ത് തയ്ക്കാം. ഇനി നമുക്ക് ബാൻഡ് പീസ് തയ്ക്കാം. അപ്പം ബാൻഡ് പീസ് ഒറ്റ പീസിലാണ് വരുന്നത്. ഉണ്ടോ, കട്ട് ചെയ്യാതെ നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്യാതെ തയ്ക്കുന്നതുകൊണ്ട് നമ്മൾ ബാൻഡ് പീസ് ഒറ്റ പീസിലാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്ലൗസിൽ നിന്ന് വെട്ടിയെടുത്ത തുണിയാണ്. ഇത് ലൈനിങ് പീസ്. ഈ ലൈനിങ് പീസ് ഇതിൻ്റെ അടിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചു. അതിന് ശേഷം നമ്മൾ ബ്ലൗസ് പീസിൻ്റെ തന്നെ ഒരു പീസും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മളിതിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഏറ്റവും അടിയിൽ ലൈനിങ് പീസും അതിൻ്റെ മുകളിൽ, അതായത് 2 ബ്ലൗസിൻ്റെ പീസും മുകളിൽ വരുന്ന പോലെ ഏറ്റവും അടിയിൽ ലൈനിങ് പീസുമായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ തയ്ച്ച് കഴിയുമ്പോൾ ഈ ഒരു പീസ് ഇങ്ങോട്ട് മറിച്ചാൽ നമുക്ക് അകത്തും പുറത്തും ഈ ബ്ലൗസിൻ്റെ പീസ് തന്നെ വരും. ലൈനിങ് ഉള്ളിലും പൊക്കോളും. അപ്പോൾ നമുക്ക് തയ്ക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റ നീളത്തിലുള്ള ബാൻഡ് പീസ് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒരു പീസ് അപ്പുറത്തേക്ക് മറിക്കാം. നമ്മൾ അപ്പുറത്തേക്ക് മറിച്ച ഈ ഒറ്റ പീസേ കൂടെയാണ് നമ്മൾ പതിച്ചടിക്കാൻ. ഇങ്ങോട്ട് ഒറ്റ പീസും ഇങ്ങോട്ട് ലൈനിങ്ങും ബ്ലൗസിൻ്റെ പീസും അടങ്ങിയ 2 പീസുമാണുള്ളത്. സാധാരണ ബാൻഡ് അടിക്കുന്ന പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയൊരു വ്യത്യാസമുള്ളത്. അതായത് നമ്മുടെ ഫ്രണ്ട് ബ്ലൗസിൻ്റെ പീസും
ബാൻഡും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ചുളുങ്ങാതെ അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഇത് കാണിച്ചു തരാം. ഇനി നമുക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മറിച്ചടിക്കാം. ഇതിനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. നമ്മൾ പാൻറ് പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി വന്ന പീസുകൾ, അതായത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തുമ്പെല്ലാം നീണ്ടു നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാൻഡ് പീസ് രണ്ടും സെയിം വീതിയാണോ എന്ന് നോക്കുക. വെച്ചിട്ട് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സെയിം വീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. തയ്ച്ച് വന്നപ്പം വ്യത്യാസമൊന്നും വന്നിട്ടില്ല. നമുക്ക് ഈ കട്ടിങ് പീസ് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ബാൻഡ് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് വശമാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് ഒറ്റ പീസിലാണുള്ളത്. നമ്മൾ നടുക്കോടെ കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഫ്രണ്ട് പീസ് നമുക്ക് അങ്ങനെ എടുത്ത് വെക്കാം. നമ്മൾ കൃത്യം ഫ്രണ്ട് പീസ് എടുത്ത് വെച്ചു. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ സൈഡ് പീസ് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ തുടക്കക്കാരാണെങ്കിലും അല്ലെങ്കിലും നിങ്ങളിങ്ങനെ ലൈനിങ് പീസ് ഇങ്ങനെ രണ്ട് പീസും കൂടെ, അതായത് നമ്മുടെ നല്ല പീസും ലൈനിങ് പീസും കൂടെ ഒരുപോലെ കട്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു പീസ് മാത്രം കട്ട് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി ഇറങ്ങി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. ചിലർ ഈ ഷേപ്പ് അടിക്കുമ്പോൾ കയറി ഇറങ്ങിപ്പോകും. അതായത് സൈഡ് പീസും ഈ മെയിൻ പീസുമായിട്ട് കയറി ഇറങ്ങിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. അത് ഒഴിവാക്കാനാണ് ഈ മെത്തേഡ് ചെയ്യേണ്ടത്. നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പീസാണ് അറ്റാച്ച് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ സൈഡ് പീസ് അറ്റാച്ച് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിലൂടെ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഉണ്ടോ? ഇത് നമ്മുടെ സൈഡിൻ്റെ വണ്ണത്തിൻ്റെ വര. ഇത് നമ്മുടെ ബെസ്റ്റ് പോയിന്റിൻ്റെ നോച്ച്. ഇവിടെ നോച്ചുണ്ട്. ഇത് നമ്മുടെ നോച്ച്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇനിയാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പുറത്തെ പീസ് ഞാൻ അടിച്ചിട്ട് കാണിക്കാം. അപ്പം നമ്മൾ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ട് സൈഡ് പീസും അടിച്ചു, മെയിൻ പീസും അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് ഈ പീസെല്ലാം നമുക്ക് അധികമുള്ള ലൈനിങ്ങിൻ്റെ പീസെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇതും കൂടെ കട്ട് ചെയ്തിട്ട് കാണിക്കും. നമ്മൾ ലൈനിങ് എല്ലാം എക്സ്ട്രാ നിന്നെല്ലാം കട്ട് ചെയ്യുന്നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് പീസ് ഇതും കൂടെ പ്രിൻസസ് കട്ടിൻ്റെ നമ്മൾ കട്ട് ചെയ്ത സ്ഥലം അടിച്ചെടുക്കുകയാണ്. നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ സൈഡിൽ നിന്നാണ് നമ്മൾ എല്ലാവരും പിടിപ്പിക്കാൻ നോക്കുക. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ കറക്കി കൊണ്ടുവരിക. അപ്പോൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പോയിന്റ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അതിന് പകരം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എവിടെയാണോ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തിയത് അവിടെ നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ കൃത്യമായിട്ട് ചേർത്ത് വെക്കുക. നമ്മൾ കൈയൊക്കെ പിടിപ്പിക്കുന്ന പോലെ. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ പോയിന്റ് ഇട്ടെടുത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അടിച്ചു. അപ്പോൾ നമ്മൾ കൃത്യമായ പോയിന്റിൽ വെച്ച് അതിന് ശേഷം നമുക്ക് ഇതിങ്ങോട്ട് അടിച്ചു കൊടുക്കാം തിരിച്ചിട്ട്. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടും. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ പോയിന്റിൽ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഈ താഴത്തെ സൈഡ് കിട്ടും. ഇനി നമ്മൾ തിരിച്ച് മുകളിലേക്ക് അടിക്കാം. നമ്മൾ തിരിച്ചു കൊടുക്കുക. ഈ പോയിന്റിലെത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കുക. കണ്ടോ? അന്നേരം നമുക്കൊരിക്കലും തികയാതെ പോവില്ല. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് പതിച്ചടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് പതിച്ചടിക്കാം.
ഈ സൈഡ് പീസിൻ്റെ സൈഡിലുള്ള പീസേ കൂടെയാണ് നമ്മൾ പതിച്ചെടുക്കുന്നത്, ഇതേ കൂടെയല്ല. നമ്മളത് പതിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ പീസാണ് അടിക്കേണ്ടത്. അത് നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ BP പോയിന്റ് എവിടെയാണോ അവിടെ നമ്മൾ നോച്ച് കൊടുത്തിട്ടുണ്ട്. ആ നോച്ചിൽ കറക്റ്റ് ചെയ്തായിരിക്കണം നമ്മൾ അടിക്കാൻ തുടങ്ങുന്നത്. എങ്കിലാണ് നമുക്ക് രണ്ടറ്റവും നീണ്ടു പോകാതെ, അതായത് ഇവിടെ ഒരു പീസ് കൂടി പോകില്ല, ഇവിടെയും പീസ് കൂടി പോകില്ല. ഞാൻ അടിച്ചത് കാണിച്ചിരുന്നു. അപ്പോൾ ഇതും ഞാൻ അടിച്ച് കാണിക്കാം. അപ്പോൾ നമ്മളിത് രണ്ടും കൂടെ തുല്യം വെച്ചു. ഈ രണ്ട് നോച്ചും കൂടെ നമ്മൾ തുല്യമാണ് വെച്ചേക്കുന്നത്. എന്താ നോച്ച് കാണാമോ? ഇതാ ഈ നോച്ചുണ്ട്. ആ നോച്ചുകൾ തമ്മിൽ ഒന്നിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. നിങ്ങൾ സൈഡിൽ നിന്ന് തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആകാതെ പോകുന്നത്. അപ്പം പ്രിൻസസ് കട്ട് ബ്ലൗസ് അടിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇതുപോലത്തെ BP പോയിന്റിൻ്റെ അവിടെ നിന്നായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത്. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈക്കുഴിയുടെ അവിടെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നും നീണ്ടിരിപ്പില്ല. അതുണ്ടോ നമ്മുടെ കൃത്യമാണ്, ഒരു കൂടലും ഇല്ല. നമുക്ക് ഇനി നമുക്ക് താഴേക്ക് അടിക്കാം. നമ്മൾ ആ പോയിന്റിൻ്റെ അവിടെ വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തുക, സൂചി കുത്തി നിർത്തുക. അതിന് ശേഷം നമ്മൾ താഴേക്ക് ഇങ്ങനെ തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ അവിടെ ചുളുങ്ങി പോകും. നമ്മൾ താഴേക്ക് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് കേട്ടോ കൃത്യമാണ്, നമുക്ക് ഒരു കൂടലും ഇല്ല, എവിടെയും ചുളുക്കോ ഇല്ല, നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പ്രിൻസസ് കട്ട് അടിക്കുമ്പോൾ അടിക്കേണ്ടത്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയും ഇതും പതിച്ചടിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള പോയിന്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്, അതായത് കപ്പ് സൈസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ സ്ഥലവും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പതിച്ചടിക്കാം. അപ്പോൾ ഈ പീസാ കൂടെ ആയിരിക്കണം നിങ്ങൾ പതിച്ചടിക്കേണ്ടത്. സൈഡ് പീസായിരിക്കണം മുകളിൽ നിൽക്കേണ്ടത്. നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ നടുക്ക്, നമുക്ക് അതായത് ബ്രസ്റ്റ് അളവ് കുറവുള്ളവർക്ക് നമ്മൾ നിർബന്ധമായിട്ടും ഈ നടുക്ക് നമ്മൾ ടക്കിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തേക്കൊന്ന് ട്രേസ് ചെയ്യാം. നമുക്ക് ഇവിടെ നോച്ചൊന്നും ഇടാൻ പറ്റില്ലല്ലോ. നമ്മൾ ട്രേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പിടിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അടയാളപ്പെടുത്തിയേക്കാം. പിന്നെ നമുക്ക് ടക്കടിക്കാം. ഈ അറ്റം നമ്മൾ നേർപ്പിച്ചടിക്കുക. തുടങ്ങുന്നിടം തീരുന്നിടം ഇവിടെ നമുക്ക് ഇച്ചിരി ഒരു 1/4 ഇഞ്ച് നമ്മൾ വലുപ്പത്തിലടിക്കുക. ചരിച്ച് ഇങ്ങനെയാണ് നമ്മൾ അടിക്കുന്നത്. ഇവിടെ നേർത്താണ് വരേണ്ടത്. ഇവിടെ വരുമ്പോൾ 1/4 ഇഞ്ച് കൂടുതൽ വരിക, ഇവിടെ നേർത്ത് വരിക. നമ്മൾ ആ ടക്കും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്, ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത്. എന്താ പിന്നെ നമുക്കിത് നിവർത്തിയിടാം. ഇങ്ങനെ വന്നു ഇല്ലെങ്കിൽ ഇവിടെ നമുക്ക് പൊന്തിയിരിക്കും. അപ്പോൾ ഈ ടക്ക് കൊടുത്താൽ തന്നെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ഈ ഫ്രണ്ട് വശം നിൽക്കും. നമ്മളത് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാൻഡ് പീസയിലേക്ക്, നമുക്കതാണല്ലോ അറിയേണ്ടത്. നമ്മളെങ്ങനെയാണ് വാൻഡ് പീസ പിടിപ്പിക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. നമ്മുടെ വാൻഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 2 പീസും കൂടെ ചേരുന്ന ആ സ്ഥലം ഫ്രണ്ട് വശം. അപ്പോൾ അവിടെ നമ്മൾ കൃത്യമായിട്ട് ഇതാ ഇങ്ങനെ വെക്കുക. അതായത് നമുക്കിത് വീതിയെല്ലാം കറക്റ്റ് ആയിരിക്കും. കാണിച്ചു തരാം. എന്നാൽ നമുക്കിവിടെ പിന്നെ അളന്നെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിപ്പോൾ പുറകുവശമാണ്. ഇവിടെ നമ്മൾ ഫ്രണ്ട് വശം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കട്ടിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ കട്ടിങ് നമുക്ക് കറക്റ്റായ അളവാണ്. ഉണ്ടോ? അപ്പോൾ നമുക്ക് കട്ടിങ് അടിച്ചു കൊടുക്കാം. അപ്പോൾ അടിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ ഈ ഷേപ്പ്, ഈ വി ഷേപ്പ്, അത് ഈ വി ഷേപ്പിൽ ചേർത്ത് വെക്കുക. ഇതിങ്ങനെയാണ് ചെരിച്ചാണ് വെക്കുക. ഇങ്ങനെ നമ്മുടെ കൃത്യം നടുക്കായിരിക്കണം. ഇതും കൃത്യം നടുക്കായിരിക്കണം. ഇതും
അപ്പോൾ ഈ വരെ തന്നെ ആയിരിക്കണം നമ്മൾ ഇങ്ങനെ വെക്കേണ്ടത്. കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ ചെരിച്ച് വെക്കുന്നു. എന്നിട്ട് നമ്മൾ കൃത്യം നടുക്ക് കുത്തി നിർത്തിയിട്ട് നമ്മൾ കൃത്യം നടുക്കുന്ന തുടങ്ങുന്നത്. നമ്മളിങ്ങോട്ട് അടിച്ചു വരുവാണ്. ആ ഷേപ്പിൽ തന്നെ നമ്മൾ ഇപ്പുറത്തെ സ്ഥലത്തേക്ക് അടിച്ചു വരുവാണ്. നമ്മൾ അടിച്ചിട്ടുണ്ട്. നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നു. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് അടിക്കണം. നമ്മൾ അതേ ഷേപ്പിൽ തന്നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ വീട് അവിടെ വരുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തുന്നു. കുത്തി നിർത്തി. ഇനി നമ്മൾ ഇതിനെ തിരിച്ചു പിടിക്കും. കണ്ടോ, ഇങ്ങനെ നമ്മൾ ആ സൂചി കുത്തി നിർത്തിയതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായിട്ട് നമുക്ക് ചുളുങ്ങാതെ എടുക്കണം. അപ്പോൾ നമ്മൾ ആ ഷേപ്പിൽ തന്നെ ഇതിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഫ്രണ്ട് വശം അടിച്ചെടുത്തിട്ടുണ്ട്. ചുളുക്കൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രണ്ട് വശം, അതായത് പുറകുവശത്തേക്ക് വെച്ച് നോക്കുകയാണ് ചെയ്യുന്നത് കറക്റ്റാണോ. അപ്പോൾ നമ്മൾ പുറകുവശം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാൻഡ് തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ഫ്രണ്ട് പീസ് നമുക്ക് എടുത്ത് വെച്ച് നോക്കാം. അപ്പോൾ നോക്കുക, കൃത്യ അളവാണ്. ഉണ്ടോ, ഇവിടെ ഒന്നും കൂടുതലില്ല, കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ വശത്ത് നമുക്ക് പുറകു പീസ് നമുക്ക് രണ്ടും ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. രണ്ടും ബാക്കും കൂടെ ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. അതിനുശേഷം കൈ പിടിപ്പിക്കാം. നമുക്ക് ഷോൾഡർ കൂട്ടി വെപ്പിക്കാം. നമ്മൾ ഷോൾഡർ കൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്താണ്. ക്രോസ് പീസ് കൊടുത്ത് കഴുത്ത് നമുക്ക് അടിക്കാം. ഈ തലത്തുമ്പ് പുറകിലേക്ക് വെക്കണം. ഷോൾഡറിൻ്റെ അവിടുത്തെ തലത്തുമ്പ് പുറകിലേക്ക് വെക്കണം. അതിന് ശേഷം വേണം നമ്മൾ ക്രോസ് പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ. നമ്മൾ കട്ടിങ് കൊടുത്തിട്ട് പതിച്ചടിക്കാം. പതിച്ചടിക്കാം നമുക്ക്. പൊതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഷോൾഡറിൻ്റെ വീതി ഒന്ന് നോക്കാം. നമുക്ക് 1 ഇഞ്ച് വീതി മതി തയ്ച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇത് നമുക്ക് തയ്യൽത്തുമ്പോൾ ഇവിടുത്തെ എല്ലാം കൂടെ ആകുമ്പോൾ കറക്റ്റായി. ഇത് കഴുത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. നമ്മൾ കൈത്തയ്യലെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വണ്ണം രേഖപ്പെടുത്താം. അപ്പോൾ 7.25 വണ്ണത്തിൽ വരുന്നത്. ചെസ്റ്റ് വണ്ണം, അടിവശത്തെ വണ്ണം 5.25.
നമുക്ക് വരയ്ക്കാം. അപ്പം ഇങ്ങനെ എല്ലാ സ്ഥലത്തും അടയാളപ്പെടുത്തി വെച്ച് നമുക്ക് കൈ പിടിപ്പിക്കാം. നമ്മൾ കൈ പിടിപ്പിക്കാൻ പോവാണ്. ഷോൾഡറിൻ്റെ വീതി 1 ഇഞ്ചേ ഉള്ളൂ. നമുക്കത് മതി. അതായത് ബോട്ടനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കധികം വീതി വേണ്ട. കാണിച്ചു തരാം. നമ്മൾ ബ്ലൗസിൻ്റെ തയ്യൽത്തുമ്പും കൂടെ കഴിയുമ്പോൾ നമുക്ക് 1 ഇഞ്ച് വീതി കിട്ടുള്ളൂ ഇവിടെ നിന്ന്. അപ്പോൾ നമുക്ക് കൈ പിടിപ്പിക്കാം. കൈയെല്ലാം ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്ത് വണ്ണമൊക്കെ അടയാളപ്പെടുത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കൈ പിടിപ്പിക്കാം. കൃത്യം അവിടെ തന്നെ കൈ വെച്ചിട്ട് കൃത്യം മിഡിൽ സെൻറ്ററിൽ കൈ വെച്ചിട്ട് നമുക്ക് കൈ ഇങ്ങോട്ടടിക്കാം. വേണ്ട നമ്മുടെ കൃത്യം ഈ പോയിന്റിൽ നമുക്ക് നോച്ച് തമ്മിൽ കറക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ സൈഡ് അടിക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. നമ്മൾ കൈ അടിച്ചപ്പോൾ കൃത്യം നോച്ച്, രണ്ടിൻ്റെ നോച്ച് കറക്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കൃത്യമായിട്ട് ഇങ്ങനെ നമുക്ക് വണ്ണം കറക്റ്റ് ചെയ്ത് അടിക്കുന്നതെന്നുള്ളത് സൈഡ് അടിക്കുന്നതിനുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടെ ലിങ്ക് കൊടുത്തേക്കാം. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് നോച്ച് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ 2 കൈയും അടിച്ചിട്ട് കാണിക്കാം. നമ്മളങ്ങനെ സൈഡ് വശം അടിക്കുകയാണ്. അടയാളപ്പെടുത്തി വെച്ചതിലൂടെ നമ്മൾ സൈഡ് അടിച്ചു കൊടുക്കണം. നമ്മൾ സൈഡ് അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലൗസിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൊളുത്തും കുഴയെല്ലാം പിടിപ്പിച്ചിട്ട് ഹെമ്മിങ്ങും കഴിഞ്ഞിട്ട് കാണിക്കാം. ഇവിടെ നമ്മൾ സൈഡ് അടിച്ചപ്പോൾ ഇതെല്ലാം, അതായത് നമ്മൾ ഹാൻഡ് കൈ ചേർത്ത് എല്ലാം കറക്റ്റാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ കറക്റ്റ് വരണം. ഈ 2 ജോയിനിങ്ങും കറക്റ്റായിട്ട് വന്നാലാണ് നല്ല ഭംഗിയായിട്ട് കിട്ടുക. ഇവിടുത്തെ അങ്ങനെ തന്നെ 2 കൈ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ ബ്ലൗസ് തയ്ക്കുമ്പോൾ. കൈ വന്നാലാണ് നല്ല ഭംഗിയായിട്ട് സൈഡ് നിൽക്കുക. അങ്ങനെ നമ്മുടെ പ്രിൻസസ് കട്ട് ബാക്ക് ഓപ്പൺ ബോട്ട് നെക്ക് ബ്ലൗസ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ്, ചെറിയ ടിപ്സുകൾ നിങ്ങൾക്ക് കിട്ടും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. താങ്ക് യു.